ഹലോ, എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു യാത്ര പോവാണേ. ആദ്യം ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങണേ. ഞങ്ങളങ്ങനെ പിടിച്ചിട്ട് യാത്രയാവാണ്. ഞങ്ങളങ്ങനെ കാനറി വാർഫിൽ ചെന്നിറങ്ങി. ലണ്ടനിലെ ഒരു ടോപ്പ് മോസ്റ്റ് ബിസിനസ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ കാനറി വാർഫ്. ഒരുപാട് ബിസിനസ് അതുപോലെ ബാങ്കിങ് ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ലണ്ടനിലെ ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആക്ടേഴ്സിൻ്റെയും അതുപോലെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് കേട്ടോ ഈ സ്ഥലം. ഞങ്ങളവിടെ കുറച്ച് നേരം ചുറ്റിത്തിരിഞ്ഞിട്ട് നേരെ പോയത് ലണ്ടനിലെ ഗ്രീനിച്ച് മാർക്കറ്റിലേക്കാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്രീനിച്ച് മാർക്കറ്റിൽ. അവിടെ കുറച്ച് നേരം ഞങ്ങൾ ചുറ്റി തിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നാഷണൽ മാരിടൈം മ്യൂസിയത്തിലേക്കായിരുന്നു. ഇവിടേക്കെല്ലാം എൻട്രൻസ് ഫ്രീ ആണ്. പക്ഷെ നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് എൻട്രി ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ക്യൂവിൽ നിന്നിട്ട് വേണ്ടി വരും പോകാനായിട്ട്. മ്യൂസിയത്തിൽ ആദ്യം തന്നെ കാണിച്ചത് ഒരുപാട് ഫോട്ടോ കോമ്പറ്റീഷൻസിൻ്റെ വിന്നേഴ്സിൻ്റെ ലിസ്റ്റായിരുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെയും അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് കിട്ടിയവരൊക്കെ കാണിച്ചു. UK മറൈൻ സെയിലിങ്ങിൻ്റെ ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മ്യൂസിയം ആയിരുന്നു കേട്ടോ ഇത്. പണ്ട് കാലത്ത് ഷിപ്പുകൾ ഉണ്ടാക്കിയത് മുതലേ ഏറ്റവും പുതിയ അത്യാധുനിക ഉപകരണങ്ങളും ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ അടിപൊളിയായിട്ടുള്ളൊരു മ്യൂസിയം ആയിരുന്നു ഇത്. കപ്പലുണ്ടാക്കണതിൻ്റെ ഒരു 3D മാതൃകയാണ് കേട്ടോ ഇത്. Hey, almost everyone is like that inside it. ഓരോ ഷിപ്പിലെയും ജോലിക്കാരുടെ യൂണിഫോമുകളും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ യുദ്ധക്കപ്പലുകൾ ഏതൊക്കെ വർഷങ്ങളിലാണ് അത് യുദ്ധം ഉണ്ടായിരുന്നത് ആ കാര്യങ്ങൾ, അതുപോലെ ഷിപ്പിൻ്റെ ഉള്ളിലത്തെ ഓരോ എക്സ്പ്ലനേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഷിപ്പിലേക്ക് കണ്ടെയ്നറുകൾ കയറ്റുന്നതിൻ്റെ ഒക്കെ ഡെമോ ആണ്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പോലെയാണ് കണ്ടത്. അതുപോലെ തന്നെ ഷിപ്പിങ്ങിൽ വരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് പൈറേറ്റ്സ് ഒക്കെ വന്നിട്ടുള്ള ആക്രമണങ്ങൾ. അതിനോടനുബന്ധിച്ചിട്ട് പൈറേറ്റ്സിൻ്റെ ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്കിട്ടിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ പിള്ളേർക്ക് ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് വെറൈറ്റി കോസ്റ്റ്യൂംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം നമ്മൾ ഒരെണ്ണിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഇത്. അങ്ങനെ കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ 1-2 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ നടന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് വേറൊരു മ്യൂസിയത്തിലേക്കായിരുന്നു. ഇതാണ് കേട്ടോ ഫാൻ മ്യൂസിയം. ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ്. ഒരു ലേഡി ആളുടെ ഇൻട്രസ്റ്റ് കൊണ്ട് ഇവിടെ തുടങ്ങിയ ഒരു മ്യൂസിയമാണ് ഇത്. അവരുടെ പ്രൈവറ്റ് കളക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതും എൻട്രൻസ് ഫ്രീ തന്നെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം കയറാം.
പക്ഷെ അന്ന് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഹെഡ്ഫോണിലെ ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമുക്കൊരു സംഭവം എടുക്കാം. അതെടുക്കണമെങ്കിൽ നമ്മളതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. അങ്ങനെ നമുക്കതൊക്കെ കിട്ടി. ഞങ്ങൾ അവിടുത്തെ ഫാനുകളൊക്കെ കണ്ട് അടിപൊളി ഫാനുകളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത നല്ല നമ്മൾ ഇന്ന് വരെ കാണാത്ത ചിന്തിക്കാത്ത മോഡലുള്ള ഫാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഇന്ത്യയിൽ വന്ന് കോളനൈസ് ചെയ്തപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്ത ഒരു ഹിന്ദി വാക്കാണ് കേട്ടോ പങ്ക. ആ പങ്ക എന്ന വാക്ക് അവർ ഫാനിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും സ്ഥലങ്ങളിൽ പോയപ്പോഴേക്കും പിള്ളേരൊക്കെ ടയേർഡായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വേറെ വീഡിയോയിൽ കാണാം.